ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ അങ്ങനെ സെൻസർ ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് 16+. അപ്പോൾ അത്യാവശ്യം എന്തോ കൂടിയ സാധനമുണ്ട്. ഞാനൊരു A സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിച്ചു, എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സർട്ടിഫിക്കറ്റ് റേറ്റിംഗ് തന്നെയാണ്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വേറെ റിലീസ് ഡേറ്റ് പബ്ലിഷ് ചെയ്തുള്ള. അടുത്തത് നമ്മുടെ ബബ്ബബേലയുടെ അപ്ഡേറ്റ് ആണ്. ചെറിയ റൂമറാണ്, ഒഫീഷ്യലല്ല. നമ്മുടെ ബബ്ബബയിൽ ദിലീപിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ സോന സോന എന്നുള്ള സോങ്ങാണ് പ്ലേ ചെയ്യണത്. അപ്പോൾ എന്തായാലും ആ സോങ് നിങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല കിടിലം വൈബ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ സോങ് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇനി അടുത്തത് നമ്മുടെ ജോജി ജോർജിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ കുറച്ച് സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഷാജി കൈലാസിൻ്റെ സിനിമയാണ് വരവ്. അതിലെ ഫസ്റ്റ് ലുക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. എന്തായാലും ജോജിൻ്റെ ഒരു കിടിലൻ ആക്ഷൻ നമുക്കിത് കാണാം. അടുത്തത് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാന സിനിമ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെയും ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പോസ്റ്റർ തന്നെയാണ്. അടുത്ത വിഷു വന്നിരിക്കുന്നത് നമ്മുടെ ആശ എന്ന സിനിമയുടെയാണ്. ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ്. ആശ സിനിമയിൽ നമ്മുടെ ജോർജ് ജോർജിൻ്റെ ഒപ്പം ഉർവശിയാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ആശംസകൾ. എന്തായാലും ജോർജ് ജോർജിനും എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ പ്രഭാസിൻ്റെ സിനിമ പ്രഭാസ് ഹാനു കോമ്പിനേഷൻ പറഞ്ഞ സിനിമ ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരും. രാവിലെ തന്നെ മോർണിംഗ് തന്നെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച പോലെ ഫുജി എന്നായിരിക്കും സിനിമയുടെ പേരെന്ന് വിചാരിക്കണം. എന്ത് അപ്ഡേറ്റാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അപ്ഡേറ്റ് എന്തായാലും വരട്ടെ. അടുത്ത് നമ്മുടെ രശ്മിക മന്ദാനത്തിൻ്റെ ഇത് ഗേൾ ഫ്രണ്ട് എന്ന സിനിമയുടെ ട്രെയിലർ 25-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.